തൃശൂർ നഗരത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നാലോണനാളിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. 7 പുലിക്കളി സംഘങ്ങൾ നാലോണനാളിൽ നഗരം കീഴടക്കും. കുന്നംകുളം നഗരസഭയ്ക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു. പഴയത് നൽകി പുതിയ 51 ടിക്കറ്റുകളാണ് കവർന്നത്. ഇരിങ്ങാലക്കുട നഗരസഭ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് 5 മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും അടച്ചുപൂട്ടി. ഉയർന്ന വാടക മൂലം കെട്ടിടം ഏറ്റെടുത്ത് നടത്താൻ ആരും തയ്യാറാകുന്നില്ലെന്ന് അധികൃതർ. ചാവക്കാട് ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ദേശീയപാത കുതിരാനിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ 4 വർഷം മുമ്പ് വെട്ടിപ്പൊളിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. കൊടകര, ആളൂർ പഞ്ചായത്തുകളിലെ റോഡുകളാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് മൂലം തകർന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്താൽ ദുരിതത്തിലായി അതിരപ്പിള്ളി പഞ്ചായത്ത്. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താൻ കഴിയാതെ നട്ടം തിരിഞ്ഞ വനപാലകർ. വാർത്തകൾ വിശദമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി നാലോണനാളിൽ തൃശൂർ നഗരത്തിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇത്തവണ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തുന്നത് ടൂറിസം മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് കോർപ്പറേഷൻ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ പുലിക്കളി സംഘങ്ങൾ രംഗത്തെത്തിയതോടെയാണ് കൌൺസിൽ യോഗത്തിൽ പുലിക്കളിക്ക് അനുമതി നൽകാൻ തീരുമാനമായത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ച് പുലിക്കളി നടത്താനാണ് ധാരണ. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പുലിക്കളി സംഘങ്ങളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്നും മേയർ പറഞ്ഞു. പുലിക്കളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP കൌൺസിലർമാർ പുലിമുഖം ധരിച്ചാണ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. പഴയ മുനിസിപ്പൽ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ള നിരക്ക് കൂട്ടാനുള്ള കൌൺസിൽ യോഗത്തിലെ ഭരണപക്ഷ നീക്കം പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർമാർ ഉയർത്തിയ പ്രതിഷേധത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു. നികുതി വർധനവിലൂടെ ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയ കോർപ്പറേഷൻ കുടിവെള്ള നിരക്ക് കൂടി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ജോൺ ഡാനിയൽ എന്നിവർ പറഞ്ഞു. നെഹ്റു പാർക്കിൽ 1/2 കോടി രൂപ മുടക്കി പ്രവർത്തിക്കാത്ത മ്യൂസിക് ഫൗണ്ടൻ സ്ഥാപിച്ച കോർപ്പറേഷൻ നടപടിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തെരുവുനായ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചെന്ന് കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ പറഞ്ഞു. തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കോർപ്പറേഷന്റെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള മേയറുടെ നടപടി അധികാര ദുർവിനിയോഗവും എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന തൊഴിലന്വേഷകരോടുള്ള വെല്ലുവിളിയുമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് TCV. ആർഭാടങ്ങൾ കുറച്ച് പുലിക്കളി നടത്താൻ പുലിക്കളി സംഘങ്ങളുമായി ധാരണയിലെത്തി തൃശൂർ കോർപ്പറേഷൻ. നിലവിൽ 7 പുലിക്കളി സംഘങ്ങൾ നാലോണനാളിൽ നഗരം കീഴടക്കാനെത്തും. മേയറുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ ചേർന്ന കോർപ്പറേഷൻ കൌൺസിലർമാരുടെയും പുലിക്കളി സംഘ ഭാരവാഹികളുടെയും യോഗത്തിലാണ് തീരുമാനം. ഓണാഘോഷം ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്ന് അയ്യന്തോൾ പുലിക്കളി സംഘം ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ ഞായറാഴ്ച നടക്കുന്ന അയ്യന്തോൾ പുലിക്കളി സംഘത്തിന്റെ യോഗത്തിൽ തീരുമാനം അനുകൂലമായാലാണ് 8 സംഘങ്ങൾ ഇത്തവണത്തെ പുലിക്കളിക്ക് ചുവടുവെക്കുക. നേരത്തെ 9 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് ശക്തൻ സംഘം ഒഴിവായി. ഓരോ പുലിക്കളി സംഘത്തിനും 3,12,000 രൂപ കോർപ്പറേഷൻ ധനസഹായം നൽകും. ഇതിൽ 1,50,000 രൂപ മുൻകൂറായി നൽകും. 1ാം സ്ഥാനം നേടുന്ന പുലിക്കളി സംഘത്തിന് 62,500 രൂപയും 2ാം സ്ഥാനത്തിന് 50,000 രൂപയും 3ാം സ്ഥാനത്തിന് 43,750 രൂപയും സമ്മാനമായി നൽകും. ഈ വർഷം തീരുമാനിച്ച സാമ്പത്തിക സഹായത്തോടെ പുലിക്കളി നടത്താനുള്ള തീരുമാനത്തെ പുലിക്കളി സംഘങ്ങൾ സ്വാഗതം ചെയ്തു. ഒപ്പം ഇതിനായി മുൻകൈയെടുത്ത മന്ത്രിമാർക്കും MLAയ്ക്കും കോർപ്പറേഷൻ ഭരണസമിതിക്കും സംഘങ്ങൾ നന്ദി അറിയിച്ചു. നാലോണനാളിൽ വൈകിട്ട് 4 മുതൽ 8 വരെയാണ് പുലിക്കളി നടത്താനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. കുന്നംകുളം നഗരസഭയ്ക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു. കാണിപ്പയ്യൂർ സ്വദേശിനി ശാന്തകുമാരിയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് അജ്ഞാതൻ കവർന്നത്. സമീപത്തെ സുഭിക്ഷ ക്യാന്റീനിൽ നിന്ന് ചായ കുടിച്ചതിനു ശേഷം ലോട്ടറി വിൽപ്പനയ്ക്കായി സ്ഥിരമായി ഇരിക്കുന്ന നഗരസഭയ്ക്ക് സമീപത്തെ വൺവേയിലിരിക്കുന്ന സമയത്താണ് അജ്ഞാതൻ ബൈക്കിൽ എത്തിയത്. തുടർന്ന് ലോട്ടറി ടിക്കറ്റ് ആവശ്യപ്പെട്ടു. 2 ലോട്ടറി ടിക്കറ്റുകൾ നൽകിയെങ്കിലും മുഴുവൻ വേണമെന്നായിരുന്നു ആവശ്യം.
ഇതോടെ കയ്യിലുണ്ടായിരുന്ന 51 ലോട്ടറി ടിക്കറ്റുകളും അജ്ഞാതന് കൈമാറി. എന്നാൽ ശാന്തകുമാരി നൽകിയ ലോട്ടറി ടിക്കറ്റുകൾ ഇയാൾ ഒളിപ്പിക്കുകയും പഴയ ലോട്ടറി ടിക്കറ്റുകൾ ശാന്തകുമാരിക്ക് നൽകുകയുമായിരുന്നു. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് 5 മാസങ്ങൾ കഴിയുന്നതിനു മുമ്പേ പൂട്ടുവീണു. പ്രവർത്തനങ്ങൾ തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് സ്ഥാപനത്തിന് പൂട്ടുവീഴുന്നത്. 2022 ഡിസംബർ 4-നാണ് 20 ലക്ഷത്തോളം രൂപ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. പൂതംകുളം മൈതാനത്ത് 2 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കുന്നതിനും മറ്റുമായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. 7 ശുചിമുറികൾ, ബാത്റൂം, വിശ്രമമുറി എന്നിവയാണ് കെട്ടിടത്തിലുള്ളത്. കോഫി ഷോപ്പും റിഫ്രഷ്മെന്റ് സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്യമിട്ടിരുന്നു. വാടകത്തുകയായി നഗരസഭാ അധികൃതർ നിശ്ചയിച്ച 10 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് കെട്ടിടം വർഷങ്ങളോളം അടഞ്ഞുകിടക്കുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉപയോഗിച്ചും മാത്രം ശുചീകരണ സംവിധാനങ്ങൾ നിലനിർത്താൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ ടാങ്കുകൾക്കും ബോർവെൽ സംവിധാനത്തിനുമായി 2023-24 വർഷത്തിൽ 4 ലക്ഷം രൂപ കൂടി നഗരസഭ ചിലവഴിച്ചു. ഒരു വർഷത്തേക്ക് 5 ലക്ഷം വാടക എന്ന വ്യവസ്ഥയിൽ 2024 ഏപ്രിലിലാണ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ടേക്ക് എ ബ്രേക്ക് ഒടുവിൽ പ്രവർത്തനം ആരംഭിച്ചത്. കെട്ടിടത്തിന് മുന്നിൽ കോഫിയും ലഘുഭക്ഷണങ്ങളുമായി തുടങ്ങിയ കോഫി ഷോപ്പ് ഒടുവിൽ തട്ടുകടയുടെ ശൈലിയിലേക്ക് മാറുകയും ചെയ്തതോടെ വിമർശനങ്ങളും ഉയർന്നു. ഉയർന്ന വാടകയും 5 ജീവനക്കാരുടെ ചിലവും കണ്ടെത്താൻ വേറെ വഴികൾ ഇല്ലായിരുന്നുവെന്നും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ആരും കാര്യമായി ഉപയോഗിച്ചിരുന്നില്ലെന്നും നടത്തിപ്പുകാർ പറഞ്ഞിരുന്നു. കെട്ടിടത്തിന്റെ കാഴ്ച മറച്ചുകൊണ്ടായിരുന്നു ഭക്ഷണശാലയുടെ പ്രവർത്തനമെന്നും ഇതോടെ പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പാഴായി എന്നും നഗരസഭാ അധികൃതരും ആരോപിച്ചു. കെട്ടിടത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പ്രതിപക്ഷം വിമർശനങ്ങൾ നഗരസഭാ യോഗങ്ങളിലും ഉന്നയിച്ചു. ഇതിനിടെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണങ്ങളും വന്നതോടെ ടേക്ക് എ ബ്രേക്ക് തട്ടുകടയിലേക്ക് ആരും കടക്കാതെയുമായി. അടച്ചിടുകയല്ലാതെ വഴിയില്ലായിരുന്നുവെന്നും റോഡ് പണി പൂർത്തിയായാലും പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ താൽപ്പര്യമില്ലെന്നും കരാറുകാരൻ അറിയിച്ചു. TCB ന്യൂസ്, ഇരിങ്ങാലക്കുട. ചാവക്കാട് ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാവക്കാട് മണത്തല പോക്കാക്കില്ലത്ത് 43 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ചാവക്കാട് ജംഗ്ഷനിൽ സംസം ബേക്കറിക്ക് മുന്നിലായിരുന്നു അപകടം. മണത്തല ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവാഹനങ്ങളും. ടിപ്പർ ലോറി സ്കൂട്ടറിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. തുടർന്ന് സ്കൂട്ടറും യാത്രികനും ലോറിക്കടിയിലേക്ക് വീണു. അപകടം കണ്ട നാട്ടുകാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ലോറി നിർത്തിയെങ്കിലും പിൻഭാഗത്തെ ചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങിയിരുന്നു. ഉടൻ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഗൾഫിലായിരുന്ന ഇല്യാസ് 2 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. ദേശീയപാത കുതിരാനിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചുമറിഞ്ഞ ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. കോയമ്പത്തൂരിൽ നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കോയമ്പത്തൂർ സ്വദേശി ലെവിൻ ഡിസിൽവ, ഭാര്യ മിഷാൽ ഡിസിൽവ, മാതാവ് ജുവാന, ലെവിന്റെ സഹോദരൻ ഗ്ലെൻ ഡിസിൽവ, വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജുവാനയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. വടക്കാഞ്ചേരി വെയർഹൌസിന് സമീപം KSRTC ബസ് ലോറിക്ക് പുറകിലിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 30ഓളം യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കാനഡയിലുണ്ടായ വാഹനാപകടത്തിൽ കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ യുവാവ് മരിച്ചു. പേബസാർ അമ്മു റോഡിൽ കാട്ടുപറമ്പിൽ ഷാജിയുടെ മകൻ 24 വയസ്സുള്ള മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കാൽനട യാത്രക്കാരനായ മുഹമ്മദ് സൽമാനെ ട്രക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കൊടകര പഞ്ചായത്തിൽ പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 4 വർഷം മുമ്പ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. ചെറുകുന്ന ആളൂർ റോഡിലെ വാക്കൊട്ടായി പാടത്തും പേരാമ്പ്ര പുത്തുക്കാവ് റോഡിലെ ഈശ്വരമംഗലം ക്ഷേത്രത്തിന് സമീപവുമാണ് റോഡ് കുഴികളായി കിടക്കുന്നത്. കൊടകര, ആളൂർ പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന റോഡുകൾക്ക് കുറുകെയാണ് പെട്രോൾ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. 4 വർഷത്തോളം മുൻപാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചത്.
വെട്ടിപ്പൊളിച്ച ഭാഗം താൽക്കാലികമായി മണ്ണും കരിങ്കല്ലും മെറ്റലും ഉപയോഗിച്ച് മൂടിയിരുന്നുവെങ്കിലും ഇതിനു മീതെ ടാറിംഗ് നടത്തിയില്ല. ഇതുമൂലം ഈ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. പാക്കുട്ടായി പാടത്ത് പെട്രോളിയം പൈപ്പ് ലൈൻ 5 വർഷം മുമ്പ് ഇട്ടുപോയതാണ്. അന്ന് പൊളിച്ചിട്ട റോഡ് ഇന്നേ വരെ അത് ശരിയാക്കിയിട്ടില്ല. ആകെ 3 റോഡിനും കൂടി 3,80,000 രൂപ ഗ്രാമപഞ്ചായത്ത് റിലയൻസ് കമ്പനിയിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. ആ തുക വാങ്ങിച്ചിട്ട് പോലും ഈ റോഡ് നന്നാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അധികൃതരുടെ അനാസ്ഥയിൽ പരിസരവാസികളായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ചെറുകുന്ന ആളൂർ റോഡിലെ വാക്കൊട്ടായി പാടത്ത് പൈപ്പ് ലൈൻ ഇടാനായി വെട്ടിപ്പൊളിച്ച ഭാഗത്ത് കുഴികളുള്ളതിനാൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളുടെ ആഴം അറിയാനാകാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള തുക പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഏജൻസി ഗ്രാമപഞ്ചായത്തിന് 2 വർഷം മുൻപേ കൈമാറിയിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലുള്ളതായും എന്നാൽ നാളിതുവരെ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നും പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. എത്രയും വേഗം കുഴികൾ അടച്ച് റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സ്വൈരവിഹാരത്താൽ ദുരിതത്തിലായി അതിരപ്പിള്ളി പഞ്ചായത്ത്. നിലവിലെ സംവിധാനം പ്രയോജനപ്പെടുത്തി ഇവയെ തുരത്താൻ കഴിയാതെ വനപാലകരും നട്ടം തിരിയുന്നു. സർക്കാർ വക എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് തിമിർത്ത് നടക്കുന്ന ആനകൾ തൊട്ടടുത്ത പുഴയിൽ നിന്നും ദാഹമകറ്റുകയും ചെയ്യും. ഇതിനുള്ള പോക്കുവരവുകൾക്കിടയിലാണ് റോഡ് ഗതാഗതത്തിന്റെ സ്തംഭനം. ചിലപ്പോൾ ഇതുമൂലം 1 മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. വീടുകളിലെത്തി ആനക്കൂട്ടം കാർഷിക വിളകളും നശിപ്പിക്കുന്നത് വ്യാപകമായിട്ടുണ്ട്. പല ഭാഗത്തായി ആയിരക്കണക്കിന് നേന്ത്രവാഴകളും നശിപ്പിച്ചു. വീട്ടുപറമ്പുകളിലെ തെങ്ങടക്കമുള്ള മറ്റു കാർഷിക വിളകളെയും ഇവ വെറുതെ വിടാറില്ല. പറമ്പുകൾക്ക് ചുറ്റും ഫെൻസിംഗ് ഘടിപ്പിച്ച സ്ഥലങ്ങളിൽ ആനക്കൂട്ടം അതിക്രമിച്ചു കടക്കുന്നത് പതിവായിരിക്കുകയാണ്. വെറ്റിലപ്പാറയിൽ പട്ടാപ്പകലും വീട്ടുമുറ്റത്ത് ആനകളുടെ സാന്നിധ്യം പതിവാണ്. പ്രദേശത്ത് സ്ഥിരമായി കറങ്ങുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന നേന്ത്രവാഴകളിൽ ആകൃഷ്ടനാണ്. തൈത്തെങ്ങുകളോടും ഇവന് ആഭിമുഖ്യമുണ്ട്. സന്ധ്യാസമയങ്ങളിലും ആനകളുടെ സാന്നിധ്യമുണ്ട്. അതിരപ്പള്ളി മേഖലയിൽ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഒരുപോലെ ആനകൾ ഭീഷണി ഉയർത്തുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും പ്രയോജനമുണ്ടാകുന്നില്ല. TCV ന്യൂസ്, ചാലക്കുടി. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന സ്നേഹക്കുട ഭവന നിർമ്മാണ പദ്ധതിയിലെ 3ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സംഭാവനകൾ നൽകിയ NSSന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 116 യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് നടത്തിയ സ്ക്രാപ്പ് ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, വിവിധ ഉൽപ്പന്ന നിർമ്മാണ വിതരണ ചലഞ്ചുകൾ വഴിയും നിരവധി സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളിലൂടെ സമാഹരിച്ച വിഭവങ്ങളിലൂടെയാണ് ഭവനരഹിതർക്കായി ഭവന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന NSS ഓഫീസർ ഡോക്ടർ RN അൻസർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ, ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് കടലിൽ അകപ്പെട്ട വള്ളവും 48 മത്സ്യത്തൊഴിലാളികളെയും ഹാർബറിൽ എത്തിച്ച് ഫിഷറീസ് വകുപ്പ്. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന ഇൻബോർഡ് വള്ളമാണ് 8 നോട്ടിക്കൽ മൈൽ അകലെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, VM ഷൈബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നിയമനങ്ങൾ നടത്തിയത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിയെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടകണ്ടത്ത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കാതെ 39ഓളം പേരെയാണ് സുവോളജി പാർക്ക് ഹൈപവർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചതെന്ന് ഷാജി ജെ കോടകണ്ടത്ത് ചൂണ്ടിക്കാട്ടി. അതേസമയം തൃശൂർ മൃഗശാലയ്ക്ക് സെൻട്രൽ സൂ അതോറിറ്റി നൽകിയ പെർമിറ്റ് കാലാവധി ഇനിയും പൂർത്തിയാക്കി കിട്ടിയിട്ടില്ലെന്നും വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ തനിക്ക് മറുപടി ലഭിച്ചതായി ഷാജി ജെ കോടകണ്ടത്ത് പ്രസ്താവനയിൽ അറിയിച്ചു. പുത്തൂർ
പുത്തൂർ ഇളംതുരുത്തിയിൽ 50 ഗ്രാം MDMA-യുമായി ക്രിമിനൽ കേസിലെ പ്രതിയെ ഉള്ളൂർ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഇളംതുരുത്തി സ്വദേശി മുബീഷിനെയാണ് SI KC ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കടയുടെ മുകളിൽ നിന്നും കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി SI നിഖിൽ, അഡീഷണൽ SI കമറുദ്ദീൻ എന്നിവർ പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. ഡാറ്റ എൻട്രി ജോലി വാഗ്ദാനം ചെയ്ത സൈബർ തട്ടിപ്പ് ജോലികൾക്കായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ പ്രതിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര വടക്കുമുറി സ്വദേശി പുത്തൻകുളം വീട്ടിൽ വിമലിനെയാണ് അറസ്റ്റ് ചെയ്തത്. 2023 ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിദേശത്ത് ഡാറ്റ എൻട്രി ജോലി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് പ്രതി മണ്ണുത്തി സ്വദേശിയിൽ നിന്നും 1,30,000 രൂപ കൈപ്പറ്റി കബോഡിയയിലേക്ക് കടത്തിവിടുകയായിരുന്നു. കബോഡിയയിൽ KTV ഗാലക്സി വേൾഡ് എന്ന സ്ഥാപനത്തിലെത്തിയ യുവാവിനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി സൈബർ തട്ടിപ്പ് ജോലികൾ ചെയ്യിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. SHO MK ഷമീർ, സബ് ഇൻസ്പെക്ടർമാരായ KG ജയപ്രദീപ്, ജിജു പോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ N പ്രശാന്ത്, ഉന്മേഷ് T, ജോമോൻ, അഭിലാഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. വൈപ്പിൻകാട്ടിൽ അജ്മലിനെയാണ് 1 വർഷത്തേക്ക് നാടുകടത്തിയത്. ഇയാൾ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയും 10ഓളം കേസുകളിലും പ്രതിയാണ്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് 1 വർഷത്തേക്ക് നാടുകടത്തി ഉത്തരവിട്ടത്. വയനാടിനെ ചേർത്തുപിടിച്ച് കേരള ചിത്രകലാ പരിഷത്ത് പ്രവർത്തകർ. വരത്താങ്ങ് എന്ന പേരിൽ പെയിന്റിംഗ് എക്സിബിഷൻ സംഘടിപ്പിച്ചാണ് സഹായഹസ്തവുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഉണർവ് 2024 എന്ന പേരിലാണ് വരത്താങ്ങ് പെയിന്റിംഗ് എക്സിബിഷനും ചിത്രങ്ങളുടെ വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന തുക വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായി നൽകും. കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ നൽകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനുള്ള തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിലും വരത്താങ്ങ് എന്ന പേരിൽ ചിത്രപ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. പ്രശസ്ത ശില്പി ഡാവിൻജി സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിഷത്തിലെ അംഗങ്ങൾ വരച്ച ചിത്രം വിൽപ്പന നടത്തിയാണ് ഇതിനുള്ള തുക സമാഹരിക്കുന്നതെന്ന് കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. കേരള ചിത്രകലാ പരിഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലകളിലും 20-ാം തീയതി ഒരു പൊതുസ്ഥലത്ത് ചിത്രം വരച്ച് അത് വിൽക്കാനും അതോടൊപ്പം തന്നെ ഈ ലൈഫ് മെമ്പർമാരായിട്ടുള്ള ചിത്രകാരന്മാർ സൗജന്യമായിട്ട് നൽകുന്ന ചിത്രങ്ങൾ വില കുറച്ച് നൽകി അതിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷം രൂപ സമാഹരിച്ച് വയനാട് ദുരിതത്തിലകപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഈ പ്രദർശനത്തിനുള്ളത്. 65ഓളം കലാകാരന്മാരുടെ കലാസൃഷ്ടികളാണ് ലളിതകലാ അക്കാദമിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ 15 പേർ വനിതകളുമാണ്. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന 65ഓളം പെയിന്റിങ്ങുകളിൽ കൂടുതലും അക്രിലിക് ഓയിൽ പെയിന്റിങ്ങുകളാണ്. അപൂർവമായി വാട്ടർ കളർ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 5 ദിവസം നീണ്ടുനിൽക്കുന്ന എക്സിബിഷൻ ബുധനാഴ്ച സമാപിക്കും. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. ന്യൂസ് ഡെസ്ക് TCV. മുല്ലശ്ശേരി പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കൾവർട്ട് നവീകരണം നടക്കുന്നതിനാൽ സെന്ററിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. നിത്യവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പൂവത്തൂർ കാഞ്ഞാണി റോഡിന് കുറുകെ മുല്ലശ്ശേരി സെന്ററിന് സമീപം റോഡിന്റെ പകുതി ഭാഗം പൊളിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് കൾവർട്ട് നവീകരിക്കുന്നത്. റോഡ് പൊളിക്കാത്ത പകുതി ഭാഗത്തിലൂടെയാണ് ഇരുഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ ഭാഗത്ത് വലിയ കുഴിയും കനത്ത വെള്ളക്കെട്ടുമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ വലിയ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കരാറുകാരൻ കല്ലും മണ്ണും റോഡിലെ കുഴികളിൽ ഇട്ടെങ്കിലും ബലം കണ്ടില്ല. കൾവർട്ടിന്റെ പകുതി ഭാഗം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോൺക്രീറ്റ് ചെയ്തു. ബാക്കി ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയും മറുഭാഗത്ത് കൾവർട്ട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുമെന്ന് കരാറുകാരൻ അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന കൾവർട്ട് മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായതിനെ തുടർന്ന് മഴവെള്ളം ഒഴുകിപ്പോകാതെ പൊതുമരാമത്ത് റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു.
ഈ റൂട്ടിൽ ഗതാഗതക്കുരുക്ക് പതിവായതോടെ സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റേഡിയോ പ്രക്ഷേപണം നടത്തി മാള ഹോളി ഗ്രേസ് അക്കാദമി സ്കൂൾ. സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായാണ് തുടർച്ചയായി 25 മണിക്കൂർ 25 മിനിറ്റ് 25 സെക്കൻഡ് സമയം റേഡിയോ പ്രക്ഷേപണം പൂർത്തിയാക്കിയത്. Where the young voices of Holy Grace Academy embark on a journey to set the record for the longest radio show hosted by a school. This is not just a radio show, it is a testament to our school's unity, spirit and boundless energy. സമൂഹത്തിൽ വിവിധ മാധ്യമങ്ങളുടെ സ്വാധീനവും ദുരുപയോഗവും സംബന്ധിച്ച വിഷയത്തിലാണ് ഇംഗ്ലീഷിലുള്ള അവതരണം. AI അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ മാധ്യമരംഗത്തെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുമെന്നതും അവതരിപ്പിച്ചു. 1266 വിദ്യാർത്ഥികളും 79 ജീവനക്കാരും ഈ വിഷയത്തിൽ അവതരണം നടത്തി റേഡിയോ ജോക്കികളായി. 4 വയസ്സുള്ള 50 കുട്ടികൾ അടക്കം RJ-കളായി. ഓരോ വിദ്യാർത്ഥികളും കുറഞ്ഞത് 30 സെക്കൻഡ് ദൈർഘ്യമാണ് അവതാരകരായി ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷേപണം ശനിയാഴ്ചയാണ് സമാപിച്ചത്. 20 ദിവസത്തെ പരിശീലനത്തിലൂടെയാണ് റേഡിയോ പ്രക്ഷേപണത്തിന് വിദ്യാർത്ഥികൾ ഒരുങ്ങിയത്. ഈ പ്രക്ഷേപണത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിക്കുകയും ചെയ്തു. നിലവിലുള്ള 18 മണിക്കൂർ സമയത്തെയാണ് മറികടന്നതെന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടാപ്പള്ളി, പ്രിൻസിപ്പൽ M. ബിനി എന്നിവർ അറിയിച്ചു. TCV മാള. 6ാമത് നവമലയാളി പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശശികുമാറിന് തൃശൂരിൽ സമ്മാനിച്ചു. സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരി ചന്ദ്രിക നിലയങ്ങോട് പുരസ്കാരം സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. പ്രവാസി വ്യവസായിയും കർമ്മ ഫൗണ്ടേഷൻ ചെയർമാനുമായ അച്ചു ഉള്ളാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമങ്ങളുടെ ജാതി എന്ന വിഷയത്തിൽ ചിന്തകനും എഴുത്തുകാരനുമായ സണ്ണി M. കപ്പിക്കാട് നവമലയാളി വാർഷിക പ്രഭാഷണം നിർവഹിച്ചു. കവി PN. ഗോപികൃഷ്ണൻ, നവമലയാളി കൂട്ടായ്മ അംഗങ്ങളായ അബ്ദുൾ ഗഫൂർ, ദീപ ചിറയിൽ, സ്വാതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനരചയിതാവ് P. ഭാസ്കരന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത പരിപാടി അരങ്ങേറി. പഠിപ്പിക്കുന്ന വിദ്യാലയം പോലെ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ഞാൻ അത് പ്രവർത്തിക്കുന്നുണ്ട് ചെന്നൈയിൽ. അവിടെ ഞങ്ങൾ നേരിടുന്ന ഒരു ായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തൃശൂരിൽ നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കേരള ബാർ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് അജിത്, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ ധർണ നടത്തി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. T. മുഹമ്മദ് അലി, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, TD പോൾ തുടങ്ങിയവർ സംസാരിച്ചു. IMA ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെയും ഇന്ത്യൻ റെസിസ്റ്റേഷൻ കൌൺസിൽ ഫെഡറേഷന്റെയും സഹകരണത്തോടെ തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെ ആഭിമുഖ്യത്തിൽ +2 വിദ്യാർത്ഥിനികൾക്കായി കോൾസ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. കോഴിക്കോട് MMCH ആൻഡ് റിസർച്ച് സെന്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനസ്തേഷ്യ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ പോൾ ഒ റാഫേൽ, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അനസ്തേഷ്യോളജി അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ ബിനിൽ ഐസക് മാത്യു, തൃശൂർ ദയ ഹോസ്പിറ്റൽ കാർഡിക് അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ സാജൻ സെബാസ്റ്റ്യൻ, IMA ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോയ് മഞ്ഞില എന്നിവരടങ്ങുന്ന മെഡിക്കൽ ടീം പരിശീലനത്തിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ പ്രസന്ന പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VP സേവ്യർ, വിദ്യാർത്ഥി പ്രതിനിധി വിസ്മയ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനിതക ചികിത്സാ രീതികൾക്ക് നേതൃത്വം നൽകുന്ന ഒമിക്സ് വിദഗ്ധരുടെ സംഗമം സമാപിച്ചു. 12,500 അജ്ഞാത രോഗങ്ങൾ ബാധിച്ച ഇന്ത്യയിലെ 7 കോടി ജനങ്ങൾ ദുരിതമനുഭവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ജനറ്റിക്സ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ അശ്വിൻ ദലാൽ പറഞ്ഞു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഗവേഷണ വിഭാഗം സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അജ്ഞാത രോഗം ബാധിക്കുന്ന ആളുകൾക്ക് ജനിതക ചികിത്സ നൽകാൻ കേന്ദ്ര സർക്കാർ 50 ലക്ഷം രൂപ സബ്സിഡി നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 250ഓളം പ്രതിനിധികളാണ് 2 ദിവസങ്ങളിലായി നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തത്.
മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടക്കുന്ന ലാഖ്പതി ദീദിമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിക്കുമ്പോൾ ആദരം ഏറ്റുവാങ്ങാൻ കുഴൂർ പഞ്ചായത്ത് അംഗമായ സുധ ദേവദാസു. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് പ്രധാനമന്ത്രിയുടെ ആദരമുള്ളത്. അങ്കമാലി സ്വദേശി LC ഔസേപ്പും സുധ ദേവദാസിനൊപ്പമുണ്ട്. സുധയ്ക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ PN ഷമീനയാണ് ഇരുവർക്കൊപ്പം മഹാരാഷ്ട്രയിലെത്തിയിട്ടുള്ളത്. ഞായറാഴ്ചയാണ് ആദരവും സംവദിക്കലും. 2011 മുതൽ സുധ പ്രകൃതി അയൽക്കൂട്ടത്തിൽ അംഗമാണ്. എരവത്തൂർ സ്വദേശി മാങ്ങാങ്കുഴി വീട്ടിൽ ദേവദാസിന്റെ ഭാര്യയായ സുധ മികച്ച കർഷകയാണ്. പൊയ്യയിൽ സ്കൂട്ടർ യാത്രയ്ക്കിടെ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. പുത്തൻവേലിക്കര ശങ്കരമംഗലത്ത് 62 വയസ്സുള്ള ജയനാണ് മരിച്ചത്. മകനൊപ്പം സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. അതിരപ്പിള്ളി മുക്കുംപുഴ ആദിവാസി ഊരിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന പോലീസിന്റെ നിർദ്ദേശത്തെ ചൊല്ലി തർക്കം. അപ്പുണ്ണിയുടെ ഭാര്യ 49 വയസ്സുള്ള വനിതയാണ് കാട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം മരിച്ചത്. പൊരിങ്ങൽകുത്ത് മറുഭാഗത്ത് അമ്പലത്തെരടിയിലാണ് ഇവർ കുഴഞ്ഞു വീണ് മരിച്ചത്. പിന്നീട് ഡിങ്കി ബോട്ടിൽ SSC ആരോഗ്യ പ്രവർത്തകർ മൃതദേഹം ഊരിൽ എത്തിച്ചു. വിവരം അറിഞ്ഞെത്തിയ മലയ്ക്കപ്പാറ പോലീസ് പ്രശ്നത്തിൽ ഇടപെടുകയും നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനെ എതിർത്ത ബന്ധുക്കൾ പോലീസുമായി വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ബഹളത്തിനൊടുവിലാണ് ബന്ധുക്കൾ പോലീസ് നിർദ്ദേശം പാലിക്കാൻ നിർബന്ധിതരായത്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഇനി വാണിജ്യം. ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയായ എഡ്യൂമെന്റർ അക്കാദമി തൃശൂരിൽ പ്രവർത്തനമാരംഭിച്ചു. തൃശൂർ നായ്ക്കനാൽ AR മേനോൻ റോഡിൽ ഹാർവിൻ പ്ലാസയിൽ പ്രവർത്തനമാരംഭിച്ച അക്കാദമിയുടെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് നിർവഹിച്ചു. എഡ്യൂമെന്റർ അക്കാദമി ഡയറക്ടർമാരായ ഗ്രീഷ്മ മധു, ദിവ്യ സുരേഷ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തർദേശീയ അംഗീകാരമുള്ള മോണ്ടിസോറി കോഴ്സിന്റെ അഡ്മിഷനും ഇവിടെ തുടക്കം കുറിച്ചു. SSLC +2 യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി TTC, ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി TTC, 6-8 മാസ കാലാവധിയുള്ള +2 NIOS എന്നിവയാണ് കോഴ്സുകൾ. കോഴ്സുകളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ബന്ധപ്പെടുക 9847 3607 04 9567 122884. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53560 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3249 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നാലോണനാളിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. 7 പുലിക്കളി സംഘങ്ങൾ നാലോണനാളിൽ നഗരം കീഴടക്കും. കുന്നംകുളം നഗരസഭയ്ക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു. പഴയത് നൽകി പുതിയ 51 ടിക്കറ്റുകളാണ് കവർന്നത്. ഇരിങ്ങാലക്കുട നഗരസഭ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് 5 മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും അടച്ചുപൂട്ടി. ഉയർന്ന വാടക മൂലം കെട്ടിടം ഏറ്റെടുത്ത് നടത്താൻ ആരും തയ്യാറാകുന്നില്ലെന്ന് അധികൃതർ. ചാവക്കാട് ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ദേശീയപാത കുതിരാനിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ 4 വർഷം മുമ്പ് വെട്ടിപ്പൊളിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. കൊടകര, ആളൂർ പഞ്ചായത്തുകളിലെ റോഡുകളാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് മൂലം തകർന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്താൽ ദുരിതത്തിലായി അതിരപ്പിള്ളി പഞ്ചായത്ത്.
നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താൻ കഴിയാതെ നട്ടം തിരിഞ്ഞ വനപാലകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.